ഹായ് ഗൈസ്, നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ട്രെയിൻ എവിടായി, എപ്പോൾ വരും, ലേറ്റ് ആകുമോ, ഏത് പ്ലാറ്റ്ഫോമിൽ വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതാണ് വേർ ഈസ് മൈ ട്രെയിനിൻ്റെ ഒരു UI എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടില്ല, ഇപ്പം തിരുവനന്തപുരത്തും തൊട്ട് കോട്ടയം വരെയുള്ള ഏതൊക്കെ ട്രെയിൻ ഉണ്ടെന്നാണ് ഞാനിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് തിരുവനന്തപുരം സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്കെല്ലാം എഴുതി കൊടുക്കാം. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫൈൻ ട്രെയിൻ കൊടുത്തു. അപ്പോൾ ഇത്രയും ട്രെയിൻസ് തിരുവനന്തപുരം ടു കോട്ടയം വഴി പോകുന്ന ട്രെയിൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും പോകുന്നുണ്ട്, റൺസ് ഡെയിലി എന്ന് പറയുന്നത്. ബാക്കിയല്ലാതെ ചില ദിവസങ്ങളിൽ മാത്രം. ഇപ്പം ഇതിൻ്റെ അകത്ത് കണ്ടില്ല, സെലക്ട് ചെയ്തിട്ടേക്കുന്ന മീൻസ് ഒരു ബ്ലൂ ഉള്ളതാണ്. ആ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഓടുന്നുള്ളൂ, അല്ലാത്ത ദിവസം ഓടാത്തതാണ്. ഈ T എന്ന് പറഞ്ഞപ്പം തേഴ്സ്ഡേയിൽ ഈ ഒരു വന്ദേ ഭാരത് ഓടുന്നില്ല. അങ്ങനെ ഏതൊക്കെ ട്രെയിൻസ് ഉണ്ടെന്നുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ട്രെയിൻസിൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. കോട്ടയം വഴി പോകുന്നത് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം, എല്ലാം എടുക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ് നമുക്കൊരു സപ്പോസ് ഒരു ട്രെയിൻ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം എടുക്കുക, ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇപ്പോൾ 3 മണിക്ക് വന്ന ട്രെയിനാണ്. കറൻ്റ്ലി ആ ഒരു ട്രെയിൻ കണ്ടോ, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കറൻ്റ്ലി ഇപ്പോൾ അത് കായംകുളം എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് എപ്പോൾ എത്തുമെന്നുള്ളതിൻ്റെ സമയമുണ്ടോ, 5:48 ആകുമ്പോഴത്തേന് കോട്ടയം എത്തുന്നതാണ്. ഇതാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വന്നിട്ട് കോച്ച് പൊസിഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കോച്ച് പൊസിഷൻ ഇപ്പോൾ എല്ലാ ട്രെയിനിലും ജനറൽ പലയിടത്തും പലതായിരിക്കും. ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റിസർവ്ഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ യൂസേജ് വരുന്നത്. ഇപ്പോഴത്തേക്ക് 2 കിലോമീറ്റേഴ്സ് ആണ്. അപ്പം നമുക്കിത് ട്രെയിനിൻ്റെ അകത്തിരുന്നാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഉപയോഗപ്പെടുത്താൻ പറ്റും, കാരണം എളുപ്പമാണ്. ഇപ്പോൾ 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയാണ് സ്ഥലമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നാണെങ്കിലും എളുപ്പത്തിൽ നമുക്കിത് ഓടിച്ചെല്ലാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇപ്പം കറൻ്റ്ലി നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ നമ്പർ അടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ പേരടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി എപ്പോൾ ഏതൊക്കെ വണ്ടി വരും, മീൻസ് ഒരു വണ്ടി ആയിരിക്കത്തില്ല, പല ട്രെയിനുകളും വരുന്നതാണ്. എപ്പോൾ എത്തും, എങ്ങനെ എത്തും എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. ലോക്കൽ, നോൺ ലോക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഇതും കിട്ടുന്നതാണ്. മെമു, അതുപോലെ തന്നെ നോൺ ലോക്കൽ എന്ന് പറയുമ്പോഴത്തേന് ലോങ് പോകുന്ന വണ്ടികളെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ട്രെയിൻ പോകുന്ന എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും.